ബിഗ് ബോസ് നിരോധിക്കണം, ബിഗ് ബോസ് കൊള്ളത്തില്ല എന്ന് വലിയൊരു വിഭാഗം ആൾക്കാർ പറയും. ലാലേട്ടന് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്നത്. ഇതെന്താ സംഭവിച്ചതെന്നറിയാവോ? പണ്ട് നിനക്കിഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം നീ ഇഷ്ടപ്പെട്ട ചാനൽ വെച്ചിരുന്ന് കാണും. അത് നീ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ക്രിക്കറ്റ് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ക്രിക്കറ്റിരുന്ന് കാണും, അതല്ല വിംബിൾഡൺ ഇഷ്ടമാണെങ്കിൽ അതിരുന്ന് കാണും. അപ്പോൾ ഇഷ്ടം നമ്മൾ ചൂസ് ചെയ്യും. ഇപ്പം നമ്മുടെ മൊബൈലിൻ്റെ ടൈം ലൈനിലേക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എല്ലാം ഇനി കയറി വരും. ഇത് കയറി വരുമ്പം താല്പര്യമില്ലാത്ത ബിഗ് ബോസ് താല്പര്യമില്ലാത്തൊരുത്തൻ്റെ മുന്നിൽ ബിഗ് ബോസ് വന്നാൽ അവൻ ഓട്ടോമാറ്റിക്കലി അവനത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അവനത് ചെയ്യേണ്ടത് താല്പര്യമില്ല, നീ ഒഴിവാക്കി വിടും, കാണുന്നവർ കണ്ടോട്ടെ. നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ ഇവരിത് കയറും, ഇവരിത് കണ്ടിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചർച്ച നടക്കുന്ന സ്ഥലത്ത് ഒരു കോൺഗ്രസ്സുകാരൻ കയറിയിട്ട് വേറൊരു പണിയില്ലാതെ ചോദിക്കുന്നതൊക്കെ ഇവരെ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ച് കയറ്റിയോ? ഇല്ല. അപ്പൊ ഇവ അവിടെ ചെന്ന് കയറി, അതാണ് ഇത് നിനക്ക് താല്പര്യമില്ല, നീ ഇത് കാണണ്ട, ഇനി അതല്ലെങ്കിൽ കണ്ടു നോക്കി, ഇൻട്രസ്റ്റ് അല്ല, കാണുന്നവർ കണ്ടോട്ടെ. ഇത് ബിഗ് ബോസ് എന്നല്ല, സീരിയൽ എന്നല്ല, ഏതും. ഇപ്പോൾ സീരിയൽ ഞാൻ കാണാത്ത ഒരാളാണ്, എനിക്ക് സീരിയലിൽ ഒരു 99% ആൾക്കാരെയും എനിക്ക് കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല, കാരണം ഞാനത് കാണുന്നില്ല. അതുപോലെ ബിഗ് ബോസ് കാണാത്ത ഒരാൾക്ക് ബിഗ് ബോസ് കാണാത്തുള്ള എന്നെ അറിയുന്നത് മറ്റ് കണ്ടന്റുകൾ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ചർച്ചകൾ വെച്ചിട്ടായിരിക്കും. ഈവൻ ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളും എനിക്ക് പഴയ മത്സരത്തെ അറിയത്തില്ലായിരുന്നു.